ലോകം കണ്ട ഏറ്റവും പണക്കാരനായ ചില വ്യക്തികളുടെ പേര് ചോദിച്ചാൽ നിങ്ങൾ ആരുടെ പേരാകും പറയുക? എലോൺ മസ്ക്, ജെഫ് ബേസോസ്, കാർലോസ് സ്ലിം ഹേലു, വാറൻ ബഫറ്റ്, മുകേഷ് അംബാനി, അങ്ങനെ നിരവധി പേരുകൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരാം. പക്ഷേ എപ്പോഴെങ്കിലും നിങ്ങൾ മൻസ മൂസ എന്നൊരു പേര് കേട്ടിട്ടുണ്ടോ? ചരിത്രത്തിൽ അധികം ഇടം പിടിക്കാതെ പോയ ലോകത്തിലെ ഏറ്റവും പണക്കാരനായ വ്യക്തിയുടെ പേരാണത്. ഇദ്ദേഹം ജീവിച്ചിരുന്നത് 14-ാം നൂറ്റാണ്ടിലായിരുന്നു. അന്നത്തെ അദ്ദേഹത്തിൻ്റെ സ്വത്ത് ഏകദേശം ഒരു കണക്കെടുത്തു കഴിഞ്ഞാൽ 30 മുതൽ 40 ലക്ഷം കോടിക്ക് മുകളിൽ വരും അത്രേ. ലോകത്തിൽ അന്നുണ്ടായിരുന്ന സ്വർണത്തിൻ്റെ പകുതിയോളവും ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു എന്നാണ് കരുതപ്പെടുന്നത്. എങ്ങനെയാണ് മൻസ മൂസ ലോകത്തിലെ ഏറ്റവും വലിയ ധനികനായിട്ട് മാറിയത്? ഞാനിന്ന് പറയാൻ പോകുന്നത് ഒരിക്കലും വിശ്വസിക്കാനാവാത്ത ആ കഥയാണ്. അതിസാഹസികമായിട്ടുള്ള ഒരു ജീവിത കഥ. വെൽക്കം ടു ദ മിസ്റ്റിക് വേൾഡ് ഓഫ് മാജിക് ലാമ്പ്. പടിഞ്ഞാറൻ ആഫ്രിക്കയിലെ ഒരു രാജ്യമായിരുന്നു മാലി. അവിടുത്തെ ഭരണാധികാരിയായിരുന്നു മൻസ അബൂബക്കർ. മൻസ അബൂബക്കർ അതിസാഹസികനായിരുന്നു. അദ്ദേഹത്തിന് യാത്ര പുറപ്പെടുന്നത് വളരെയധികം ഇഷ്ടമുള്ള കാര്യമായിരുന്നു. അറ്റ്ലാന്റിക് സമുദ്രത്തിനപ്പുറം ഒരു ലോകമുണ്ടോ അതറിയാനുള്ള അതിയായ ആഗ്രഹം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം 2000 കപ്പലുകൾ സംഘടിപ്പിച്ച് ഒരു യാത്ര പുറപ്പെട്ടു. അതിൽ 1000-ലധികം അടിമകൾ ഉണ്ടായിരുന്നു അത്രേ. പുറപ്പെടുന്നതിന് മുമ്പ് മൻസ മൂസയെ അദ്ദേഹം അധികാരം ഏൽപ്പിക്കുന്നു. എന്നാൽ ഒരിക്കലും തിരിച്ചു വരാത്ത ഒരു യാത്രയായിരുന്നു അത്. മൻസ അബൂബക്കർ പിന്നീട് എവിടെയാണ് എത്തിയതെന്ന് ഇന്നും ചരിത്രരേഖകളിൽ ഒന്നും തെളിവുകളില്ല. ഒടുവിൽ മൻസ മൂസ മാലിയുടെ അധികാരം ഏറ്റെടുത്തു. അധികാരം ഏറ്റെടുത്ത് അദ്ദേഹം വെറുതെ ഇരുന്നില്ല. ആ രാജ്യത്തിൻ്റെ വിസ്തൃതി വർദ്ധിപ്പിക്കാനായിട്ട് അദ്ദേഹം ശ്രമിച്ചു. അതിന് അദ്ദേഹത്തിന് ധാരാളം ധനം ആവശ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം അവിടെയുള്ള മുഴുവൻ ജനങ്ങളെയും വിളിച്ചു വരുത്തി ഖനികളിൽ ജോലി ചെയ്യാനായിട്ട് ആജ്ഞാപിച്ചു. മനസ്സില്ലാ മനസ്സോടെ അവരെല്ലാവരും ഖനികളിൽ ജോലി ചെയ്യാൻ തുടങ്ങി. അവർ നിരവധി സ്വർണ്ണ ശേഖരമാണ് കണ്ടെടുത്തത്. ലോകത്തിൽ അന്നുണ്ടായിരുന്നതിൻ്റെ പകുതിയോളം സ്വർണവും മൻസ മൂസയുടെ കൈവശം ഉണ്ടായിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു. അതുകൂടാതെ അക്കാലത്ത് ഏറ്റവും വില കൂടിയ വസ്തുക്കളിൽ ഒന്നായിരുന്നു ഉപ്പ്. അത് മാലിയിൽ സുലഭമായിരുന്നു. അവ ശേഖരിച്ച് അടുത്ത രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്ത് അതിൽ നിന്നും വളരെയധികം ധനം അദ്ദേഹം സമ്പാദിച്ചു. അങ്ങനെ 17 വർഷം കൊണ്ട് അദ്ദേഹം ലോകത്തിലെ തന്നെ സമ്പന്നനായിട്ടുള്ള മനുഷ്യനായിട്ട് മാറി. പക്ഷെ മൻസ മൂസയ്ക്ക് അത് മാത്രം മതിയായിരുന്നില്ല. അദ്ദേഹത്തിന് ഈ ലോകം തന്നെ കീഴടക്കണമായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം മറ്റു രാജ്യങ്ങളെ ആക്രമിക്കാനായിട്ട് തുടങ്ങി. വലിയൊരു സൈന്യത്തിന്റെ സഹായത്തോടെ അദ്ദേഹം അദ്ദേഹത്തിന്റെ രാജ്യത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചു. ഏകദേശം 3000 കിലോമീറ്റർ വരെ ഉണ്ടായിരുന്നു അതിന്റെ വ്യാപ്തി. ഇന്നത്തെ ഗാംബിയ, ഐവറി കോസ്റ്റ്, നൈജറൊക്കെ ഈ രാജ്യത്തിന്റെ കീഴിലായിരുന്നു. രാജ്യങ്ങളൊക്കെ കീഴടക്കി ഒരുപാട് ധനം സമാഹരിച്ചെങ്കിലും അദ്ദേഹത്തിന് ഒരു കാര്യം നേടാനായിട്ട് സാധിച്ചിരുന്നില്ല. അത് പ്രശസ്തിയായിരുന്നു. അതിനായി അദ്ദേഹം തിരഞ്ഞെടുത്ത വഴി ഒരു തീർത്ഥാടനത്തിന് പോവുക എന്നായിരുന്നു. അദ്ദേഹം മക്കയിലേക്ക് ഒരു തീർത്ഥാടനത്തിന് പോകാനായിട്ട് തീരുമാനിച്ചു. അതിനായി അദ്ദേഹം 60,000 പേരെയാണ് കൂടെ കൂട്ടിയത്. ഈ 60,000 പേർക്കും പുതിയ പട്ടു വസ്ത്രങ്ങൾ നൽകുകയും അവയിലെല്ലാം തന്നെ സ്വർണവും വെള്ളിയും ഒക്കെ തുന്നിച്ചേർക്കുകയും ചെയ്തു. 12,000 അടിമകളായിരുന്നു അദ്ദേഹത്തിനെ അനുഗമിച്ചത്. 80ഓളം ഒട്ടകങ്ങളിലായി കിലോ കണക്കിന് സ്വർണം അദ്ദേഹം കൊണ്ടുപോയി. അതുമാത്രമല്ല, വഴിച്ചിലവിനായി അടിമകളുടെ കയ്യിൽ വളരെയധികം സ്വർണത്തിൻ്റെ ഒരു ശേഖരം തന്നെ അദ്ദേഹം കരുതി. ഏകദേശം 4500 കിലോമീറ്റർ താണ്ടണമായിരുന്നു മക്കയിലെത്താൻ. അതിന് അനേകം മാസങ്ങളെടുത്തു. പോകുന്ന വഴിയിലെല്ലാം തന്നെ അദ്ദേഹം പള്ളികൾ പണിഞ്ഞു. അവിടെയുള്ള പാവം ജനങ്ങൾക്ക് അദ്ദേഹം സ്വർണം ദാനമായി കൊടുക്കുകയും ചെയ്തു. ഏകദേശം 32,000 കിലോഗ്രാം സ്വർണമാണ് അദ്ദേഹം ഇതിനു വേണ്ടി ചെലവഴിച്ചത് എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. ഒരു യാത്രയ്ക്ക് മാത്രമായി 32,000 കിലോഗ്രാം സ്വർണം ചെലവഴിക്കണമെങ്കിൽ മൻസ മൂസയുടെ കയ്യിൽ എത്രമാത്രം സ്വർണം ഉണ്ടായിരുന്നു എന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല എന്നതാണ് സത്യം. ജനങ്ങൾക്ക് ഇത് വേറിട്ടുള്ള അനുഭവമായിരുന്നു. അവർക്ക് ഒരു സ്വർണ്ണ നഗരം തന്നെ നടന്നു വരുന്നത് പോലെ തോന്നി. കാരണം 60,000-ഓളം ജനങ്ങളാണ് നല്ല വൃത്തിയുള്ള വസ്ത്രങ്ങൾ അണിഞ്ഞ് സർവ്വ ആലങ്കാരങ്ങളോടും കൂടി ഈ രാജാവിന് ചുറ്റുമായി വരുന്നത്.
അത് ഓരോ രാജ്യത്തെയും ജനങ്ങൾക്ക് വളരെ പുതുമയുള്ള ഒരു കാഴ്ചയായിരുന്നു. ഈജിപ്തിലെ കെയ്റോയിലൂടെ അദ്ദേഹം കടന്നുപോയപ്പോൾ അവിടെയുള്ള ജനങ്ങൾക്ക് അദ്ദേഹം വളരെയധികം സ്വത്തുക്കൾ കൊടുത്തു. ഒടുവിൽ അദ്ദേഹം മക്കയിലെത്തുകയും അവിടെ നിന്ന് തിരിച്ചു വരുമ്പോൾ ധാരാളം മതപണ്ഡിതന്മാരെ കൂടെ കൂട്ടുകയും ചെയ്തു. വരുന്ന വഴിയിലെല്ലാം തന്നെ അദ്ദേഹം സ്വർണം ദാനം ചെയ്തു. ഒടുവിൽ പല രാജ്യങ്ങളുടെയും ഭരണാധികാരികൾ മൻസാ മൂസയെ കണ്ടൊരു പരാതി പറഞ്ഞു. ഇനിയും സ്വർണം ദാനം ചെയ്യരുതെന്നും അങ്ങനെ ദാനം ചെയ്യുന്നത് വഴി അവരുടെ രാജ്യത്തെ ജനങ്ങൾ മടിയന്മാരായി മാറുന്നുവെന്നും അതോടെ സാധനങ്ങളുടെ വില വളരെയധികം ഉയരുന്നു എന്നുമായിരുന്നു ആ പരാതി. വർഷങ്ങളോളം അവിടെയുള്ള ജനങ്ങൾ സമ്പന്നരായി നിൽക്കാനുള്ള സ്വർണം മൻസാ മൂസ അവർക്ക് ദാനമായി നൽകി. തീർത്ഥാടനമൊക്കെ കഴിഞ്ഞ് മൻസാ മൂസ തിരിച്ച് നാട്ടിലെത്തി. അദ്ദേഹം പണ്ഡിതന്മാരുടെ സഹായത്തോടെ വലിയ വിദ്യാലയങ്ങളും ലൈബ്രറികളുമൊക്കെ അവിടെ പണിയിപ്പിച്ചു. 1332 മൻസാ മൂസ മരണപ്പെട്ടു. അദ്ദേഹം മരണപ്പെടുമ്പോൾ അദ്ദേഹത്തിന്റെ സ്വത്ത് ഏകദേശം 30 ലക്ഷം മുതൽ 40 ലക്ഷം കോടിക്ക് ഇടയിലായിരുന്നു എന്ന് കരുതപ്പെടുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ വരും തലമുറയ്ക്ക് ആ സ്വത്ത് സംരക്ഷിക്കാനായില്ല. ശത്രുരാജ്യങ്ങളും മറ്റും ആ രാജ്യത്തെ ആക്രമിക്കുകയും ആ സ്വത്ത് വൻതോതിൽ കൊള്ളയടിക്കുകയും ചെയ്തു. ഒരു കാര്യം വളരെ വ്യക്തമാണ്, മൻസാ മൂസ വളരെ ധനികനായിരുന്നെങ്കിലും അദ്ദേഹം സ്വത്തിന്റെ ഒരു ഭാഗം പാവപ്പെട്ടവർക്ക് ദാനം ചെയ്തിരുന്നു. ഇത്തരം ത്രില്ലടിപ്പിക്കുന്ന പുതിയ കഥകളുമായി വീണ്ടും കണ്ടുമുട്ടാം. ടിൽ ദെൻ, ഗുഡ് ബൈ.